വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പങ്ക് മഹത്തരമാണെന്ന് പ്രശസ്ത കവി വീരാൻകുട്ടി അഭിപ്രായപ്പെട്ടു. പാട്ടും സംഗീതവും പ്രസംഗവും നൃത്തവുമൊക്കെ വേണ്ട രീതിയിലുള്ള സാധനകൾ വേദിയിലൂടെ നൽകുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി മുക്കം ഉപജില്ലാ പ്രവർത്തനോദ്ഘാടനവും അധ്യാപക വിദ്യാർത്ഥി ശില്പശാലയും നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ക്ലാസ് മുറിയിൽ എപ്പോഴും ഭാരം കുറഞ്ഞ മനുഷ്യനായി തീർന്നിരുന്നത് മലയാളം ക്ലാസ് എടുക്കുമ്പോഴാണ്. മറ്റെല്ലാ ക്ലാസ് എടുക്കുമ്പോഴും എനിക്ക് കുറച്ചധികം ഭാരം ഉണ്ടാവും. പക്ഷേ ലൈലാകുമാരി ടീച്ചർ മലയാള കവിത ചൊല്ലുമ്പോൾ ഞാനിങ്ങനെ പൊങ്ങി പൊങ്ങി പറന്നു പോകുന്ന പോലെ തോന്നുന്നു. നല്ല ഈണത്തിലാണ് ടീച്ചർ കവിത ചൊല്ലുക, മനോഹരമായിട്ട് ചൊല്ലും. അപ്പോൾ കവിത കേൾക്കുമ്പോൾ കഥ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഭാരക്കുറവ് അനുഭവപ്പെട്ടു. ഇതാണ് എൻ്റെ ഭാഷ, ഇതാണ് എൻ്റെ ഭാഷ, ഇതാണ് ആ സമയത്താണ് എൻ്റെ ആത്മാവിനോട് ആരോ സംസാരിക്കുന്നത് എന്നത് പോലും പിൽക്കാലത്ത് ഓർത്തെടുക്കുന്ന രീതിയിലുള്ളൊരു ആനന്ദം ഞാൻ അപ്പോൾ അനുഭവിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി അധ്യക്ഷത വഹിച്ചു. മുക്കം നഗരസഭാ കൗൺസിലർ ബബിത, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ, സ്ഥാപക കോർഡിനേറ്ററും ഗായകനുമായ എൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, നീലേശ്വരം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഹസീല, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക രാജി എന്നിവർ സംസാരിച്ചു. സാഹിത്യ താൽപര്യമായി സാഹിത്യ സല്ലാപവും സാഹിത്യ സല്ലാപത്തിൽ കവി വീരാൻകുട്ടി, എൻ ഉണ്ണികൃഷ്ണൻ മാഷും സംവദിച്ചു. ബിജു കാവിൽ അധ്യാപക ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ അധ്യാപകരുടെ കവിത പുസ്തകം കവി വീരാൻകുട്ടിക്ക് സമ്മാനിച്ചു. കെ ഫസി, പ്രമോദ് സമീർ, മീന ജോസഫ്, എം റസീന, ടിയാറ സൈമൺ, ടി ജെ മനോജ്, എൻ കെ ദിനേശ്, പി സ്മീന എന്നിവർ നേതൃത്വം നൽകി. ടി റിയ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ബാലരാജ് നന്ദിയും പറഞ്ഞു. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.